ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ നേതാക്കൾ തമ്മിൽ മുൻനിര സ്ഥാനാർത്ഥികൾ തമ്മിൽ ചർച്ച ചെയ്യുന്നു, സംവാദമാകുന്നു, അവരവരുടെ പോയിന്റുകൾ മുന്നോട്ട് വെക്കുന്നു, അതിനനുസരിച്ച് അവിടെയുള്ള ജനങ്ങൾ അവരെ വിലയിരുത്തുന്നു, അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെയുള്ളൊരു രാഷ്ട്രീയ സംവാദം കേരളവും ഒരുപക്ഷെ നടന്നേക്കുമെന്നൊരു സൂചന, ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതാ അതുണ്ടാകില്ല എന്നൊരു നമുക്ക് ബോധ്യമാവുന്ന ദിവസമാണ്. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ ഒരു മുഖ്യമന്ത്രി വേഴ്സസ് പ്രതിപക്ഷ നേതാവ് ഒരു സംവാദം നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വളർന്നിരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ആയിട്ടാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നതും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് സംവാദമാകാം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ പരസ്പരമുള്ളൊരു വാഗ്വാദം, ആ പ്രയോഗങ്ങൾ, അതിന് ഒരു സംവാദത്തിൻ്റെ ഒരു സർഗാത്മകതയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ താങ്കൾ തന്നെ ആര്യ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദം നടക്കുന്നു. അത് വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒക്കെ പലവട്ടം ഇങ്ങനെ സംവാദം നടക്കുന്നു. ഓരോ സ്ഥാനാർത്ഥിയും അവരവരുടെ കാഴ്ചപ്പാടുകൾ, വിദേശ നയത്തിലുള്ള കാഴ്ചപ്പാട്, സാമ്പത്തിക വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാട്, അതുപോലെ തന്നെ അമേരിക്കയുടെ ആഭ്യന്തര വിഷയങ്ങളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ, നിലപാടുകൾ, ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ വിഷയത്തിലും എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് നടപ്പാക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു സന്ദേശം വോട്ടർമാർക്ക് കിട്ടും. അപ്പോൾ ഒരു നേരിട്ടുള്ള സംവാദത്തിൻ്റെ ഒരു മനോഹാരിതയൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്വിറ്ററിലൂടെയോ എക്സിലൂടെയോ അങ്ങനെയുള്ളൊരു സംവാദത്തിന് അതിൻ്റേതായ ഒരു മനോഹാരിത കിട്ടില്ല, ഒരു ഇഫക്റ്റും കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഒരു തുറന്ന പ്ലാറ്റ്ഫോമിൽ വിഷയങ്ങളെക്കുറിച്ച്, കേരളം നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച്, ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച്, അതുപോലെ തന്നെ കേരള സമൂഹത്തിൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ച്, ആകാംക്ഷകളെക്കുറിച്ച് എല്ലാം ഇങ്ങനെ ഒരു തുറന്ന സംവാദം നടന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ സർഗാത്മകമായ അനുഭവമായേനെ. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് നടക്കാൻ പോകുന്നില്ല. വി ഡി സതീശൻ തുറന്ന സംവാദത്തിന് തയ്യാറാണ്, സ്ഥലവും സമയവും അങ്ങ് നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി അത്തരം ഒരു തുറന്ന സംവാദത്തിന് തയ്യാറല്ല എന്ന് കൃത്യമായി ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ആവശ്യം ഇനി ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അവർ വീണ്ടും പത്രസമ്മേളനങ്ങളിലൂടെ ഇങ്ങനെയുള്ള സംവാദം, അത് ഒരു തുറന്ന സംവാദമല്ല, പക്ഷേ ഇങ്ങനെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, വാഗ്വാദങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ കേരളം ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംവാദം കണ്ടത് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി രാജാവിനെതിരെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കും അന്ന് പ്രതിപക്ഷ നേതാവൊന്നും അല്ലായിരുന്നു, കേവലം ഒരു MLA മാത്രമായിരുന്ന, എനിക്ക് തോന്നുന്നത് വി എസ് സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇരുവരും തമ്മിലുള്ളൊരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു തുറന്ന സംവാദം കണ്ടു. ആ സംവാദത്തോടെയാണ് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതുപോലുള്ളൊരു സംവാദം തീർച്ചയായിട്ടും കേരള സമൂഹം ഇഷ്ടപ്പെടും. അത് വലിയ ഒരു വ്യൂവർഷിപ്പും കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ധാരാളം പേര് ആ സംവാദം, അങ്ങനെ ഒരു സംവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇനി അതിന് സാധ്യതയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ പഴയ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും പ്രചരണം അതിൻ്റേതായ പതിവ് പാരമ്പര്യ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നേ കരുതാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പുതുയുഗത്തിൽ നവമാധ്യമങ്ങളുടെ ഒരു കാലത്തൊക്കെ ഒരുപാട് രീതിയിൽ തന്നെ തുറന്ന സംവാദങ്ങൾ അല്ലെങ്കിൽ പോലും സംവാദങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രീ അരുൺകുമാർ പറയുന്നത് പോലെ സംവാദങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചു, തിരിച്ചും അതേ രീതിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ മറ്റുള്ളവർക്കും ഉണ്ടാകും. ഇപ്പോൾ അരുൺ പറഞ്ഞ കാര്യങ്ങളെ മുഴുവനൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല, ഞാനത് അത്തരം അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷെ ഒപ്പം തന്നെ അദ്ദേഹം പറയാൻ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന വേറെയും പ്രശ്നങ്ങളുണ്ട്. വയനാട്ടിൽ പിരിച്ച പണത്തെക്കുറിച്ച് അതിൻ്റെ കണക്ക് ചോദിക്കുന്നു, അതെവിടെ പോയി, അതിലൊരു സിംഗിൾ പെനിയെങ്കിലും ബാങ്ക് അക്കൗണ്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് പുറത്തു വിടൂ എന്ന് പറയുന്ന അരുൺകുമാർ മറന്നു പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് പയ്യന്നൂരിലെ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം, ആ പിരിച്ചെടുത്ത പണത്തിൻ്റെ ഒരു കണക്ക്
ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് ആ അതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച ആൾ. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, ഇന്നലെ പറഞ്ഞു 5 ലക്ഷം രൂപയോളം അവിടുത്തെ ലോക്കൽ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ ആൾ ഇന്ന് പറയുന്നു മൊത്തത്തിൽ അത് പരിശോധിച്ചാൽ ഏതാണ്ട് ആ രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിനും ഒക്കെ ആയിട്ട് പിരിച്ച ഫണ്ടിൽ നിന്ന് മൊത്തം 1 കോടിയോളം രൂപയുടെ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ക്രമക്കേട് അതിനകത്ത് നടന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും എന്നൊക്കെ പറയുന്നു. അതായത് പതിറ്റാണ്ടുകളോളം ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ ചട്ടക്കൂട് എന്താണെന്നും ആ പാർട്ടിയുടെ രീതി എന്താണെന്നും ആ പാർട്ടിയുടെ പ്രവർത്തന ഘടന എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു മനുഷ്യൻ ജീവിത സായാഹ്നത്തിൽ ആ പാർട്ടിയുമായിട്ട് കലഹിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്ക കാരണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കലാപകാരിയൊന്നും അല്ല ആ മനുഷ്യൻ എന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളിലൂടെ നമുക്കറിയാം ഒരു വ്യക്തി എങ്ങനെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ലോകപരിചയം കൊണ്ട് കഴിയുന്നതാണ്. ഒരു ഭാഗത്ത് വയനാടുണ്ട്, മറുഭാഗത്ത് രക്തസാക്ഷി ഫണ്ടുണ്ട്.